Hi all, hope each and everyone is doing well and good, and it is me, Dr. Amrita here. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇത് ഞാൻ ഡോക്ടർ അമൃതയാണ്. കുറച്ച് യൂട്യൂബേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ എനിക്കുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ആയിട്ടാണ് ഇടുന്നത്. കാരണം വെച്ചാൽ നീറ്റ് PG അതായത് ജൂനിയേഴ്സിന് വേണ്ടിയുള്ളതായിരുന്നു. അപ്പോൾ അവരുടെ എക്സാംസ് എങ്ങനെയാണ്, ഏത് റാങ്കിന് ഏതൊക്കെ PG കിട്ടും. നീറ്റ് PG എന്ന് പറയുന്നത് MBBS കഴിഞ്ഞ് അടുത്ത MD ഡിഗ്രി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള വീഡിയോസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് മെസ്സേജസ് റിസീവ് ചെയ്തു, എന്തുകൊണ്ട് മോട്ടിവേഷൻ വീഡിയോ ഇട്ടുവിടാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മോട്ടിവേഷൻ വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇംഗ്ലീഷിൽ ഇട്ടതെന്ന് വെച്ചാൽ കുറേ ഫ്രണ്ട്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ അവിടെ നിന്നൊക്കെ കാണുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇംഗ്ലീഷിലിട്ടത്. പിന്നെ മലയാളത്തെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ മാതൃഭാഷ തന്നെയാണ് കേട്ടോ മലയാളം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മലയാളത്തിൽ സംസാരിക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു വീഡിയോ എന്തുകൊണ്ട് മലയാളത്തിൽ ഇട്ടുവിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന എൻ്റെ ഹോസ്റ്റൽ ക്വാർട്ടേഴ്സാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു എന്തുകൊണ്ടാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും ഒരു കർട്ടൻ ആയിരിക്കും, ഒരു പിങ്ക് കർട്ടൻ ആയിരിക്കും. ഇപ്പോൾ എന്ത് പറ്റി അതൊരു ബാക്ക്ഗ്രൗണ്ട് മാറിയത്? ഇത് എൻ്റെ ഹോസ്റ്റൽ ക്വാർട്ടേഴ്സാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര ഷോർട്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ വീഡിയോ ഇടുന്നു എന്ന് വെച്ചാൽ ഞാൻ വെച്ചു ഓരോ ദിവസവും നമുക്ക് ചെറിയ ടോപ്പിക് എന്ന് ആക്ച്വലി പറയാനായിട്ടില്ല. അപ്പോൾ നമ്മുടെ ദൈനംദിനമായ ജീവിതത്തിൽ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ മനസ്സിനെ നമ്മുടെ കയ്യിൽ കൺട്രോൾ ചെയ്ത് മനസ്സെപ്പോഴും സന്തോഷത്തിൽ ഇരിക്കാൻ വേണ്ടിയുള്ള ചെറിയ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഇൻസിഡൻറ്റ് മാത്രമാണ് ഇന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ആദ്യത്തെ കാര്യം എപ്പോഴും ഒരു 2-3 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമുക്ക് പറയാം. നമ്മളുടെ ലൈഫിൽ എപ്പോഴും സെൽഫ് മോട്ടിവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കാൻ പറ്റുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെൽഫ് മോട്ടിവേഷനാണ്. അപ്പോൾ ഞാൻ ഒറ്റ വഴി കൊണ്ട് പറഞ്ഞു അല്ലേ എന്താണ് സെൽഫ് മോട്ടിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. നമുക്ക് പറയാൻ ഭയങ്കര എളുപ്പമായിരിക്കും, പക്ഷേ അത് ജീവിതത്തിൽ പ്രാബല്യമാക്കാൻ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് എങ്ങനെയൊക്കെ കുഞ്ഞു പോസിറ്റീവായിട്ട് ഒരു സന്ദർഭം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് നമ്മുടെ ലൈഫിൽ മിക്കവർക്കും നമ്മുടെ ഡേ ടു ഡേ ബേസിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു നമ്മുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നതിന് നമുക്ക് എങ്ങനെ അത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആക്കിയിട്ട് അതിൽ സന്തോഷം കണ്ടെത്താം. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ബസ് ഒരു 8:30-8:30 ബസ്സാണേ. ബസ് 8:30 ബസ് സ്റ്റാൻഡിലെത്തണം. നമ്മൾ എത്തിയത് ഒരു 8:33. അപ്പോൾ എന്ത് പറ്റി? ബസ് പോയി. അതുപോലെ തന്നെ ട്രെയിൻ 6 മണിയുടെ ഒരു ട്രെയിൻ നമ്മൾ ഓടിപ്പടച്ചടിച്ച് വരാനാണ്. 6:02 ട്രെയിൻ പോയി. അതുപോലെ നമ്മൾ ഒരു 9 മണിക്ക് ഓഫീസിലെത്തണം, പക്ഷേ ട്രാഫിക് ബ്ലോക്കായിപ്പോയി. നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ 3 സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഭയങ്കരമായിട്ട് പശ്ചാത്താപിക്കാൻ തോന്നും അല്ലേ, നമ്മൾ ഒരുപാട് ദുഃഖിക്കാൻ തോന്നും. നമ്മൾ വിചാരിക്കും അയ്യോ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്ന ഒരാൾ കാരണമായിരിക്കാം നമ്മൾ ലേറ്റായിപ്പോയത്. അപ്പോൾ നമ്മൾ കൂടുതൽ നെഗറ്റീവ്, അയ്യോ എനിക്കെൻ്റെ ബസ് കിട്ടിയില്ല, ആ ബസ് പോയി, ഞാൻ കുറച്ചുകൂടെ നേരത്തെ ആണെങ്കിൽ എനിക്ക് കിട്ടിയേനെ, അല്ലെങ്കിൽ എൻ്റെ ട്രാഫിക് ബ്ലോക്കിൽ ഞാൻ പെട്ടുപോയി, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാൻ, എൻ്റെ കൂടെ വന്ന എൻ്റെ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞു, എന്നിട്ട് അവസാനം പറ്റിച്ചു, വന്നില്ല, ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല, അത് കാരണമാണ് ഞാൻ ലേറ്റായത്. അങ്ങനെ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യും? നമുക്ക് ഒരുപാട് നെഗറ്റീവ് സ്ട്രെസ്സസ്, നെഗറ്റീവ് ഇമോഷൻസ് കടന്നു പോകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഞാൻ എങ്ങനെയാണ് അതിനെ പോസിറ്റീവായിട്ട് കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ബസ് അല്ലെങ്കിൽ എൻ്റെ ഒരു ട്രെയിൻ എന്തെങ്കിലും മിസ്സായിപ്പോയി. അപ്പോൾ ഞാനൊന്ന് പിടച്ചടിച്ചിട്ടായിരിക്കും പോകുന്നത്, പക്ഷേ മിസ്സായിപ്പോയെന്ന് വെച്ചോട്ടെ, അല്ലെങ്കിൽ ഞാനൊരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു എന്ന് വെച്ചോട്ടെ. അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് ആസ് സിമ്പിൾ ആസ് ദാറ്റ്, അതിനെ പറ്റിയാണ് കേട്ടോ എന്ന് പറയുന്നത്. അപ്പം ഒരു കിട്ടാത്തൊരു ബസ്സോ ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയി, അതിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഇതായിട്ട് ഞാൻ പറയാം. ഒരു ബസ്, ഓക്കെ, ഞാൻ ഇവിടെ മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് പോകാൻ നേരത്ത് ഒരു ബസ് കയറാൻ പോയി. അതൊരു KSRTC ബസ്സാണെന്ന് വെച്ചോ, ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സാണേ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഉണ്ട് ബസ് സ്റ്റാൻഡിലെത്താൻ. ആ ഒരു ടൈം ഗ്യാപ്പിൽ ഒരു ഓട്ടോയിൽ വന്നു, ജസ്റ്റ് ഒരു ബസ് മിസ്സായി. അപ്പോൾ എനിക്ക് ഇനിയും ബസ്സൊക്കെ വരും, പക്ഷേ ആ ബസ് കിട്ടിയില്ലല്ലോ. അയ്യോ ആ ബസ് കിട്ടിയില്ല, അത് ചിലപ്പോൾ AC ബസ്സായിരുന്നു കാണാം, ചിലപ്പോൾ ഇനി വരുന്ന ചിലപ്പോൾ AC ബസ് ആവത്തില്ലായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവന്ന് എൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കാം. പക്ഷേ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം.
അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കും, ഓ ആ ബസ് പോയി. പക്ഷേ ആ ബസ് എനിക്ക് കിട്ടാത്ത എന്തുകൊണ്ടായിരുന്നു? അത് ഈശ്വരൻ്റെ ഒരു സങ്കല്പം കൊണ്ടായിരുന്നു. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല, ആ ബസ് പോകുന്ന വഴി എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബ്രേക്ക് ഡൗൺ ആയാൽ എന്ത് പറ്റും? എല്ലാവരെയും ബസ്സിൽ നിന്ന് കണ്ടക്ടർ ഇറക്കി വിടും. ഇറക്കി വിട്ടാൽ എന്ത് പറ്റും? വീണ്ടും വേറൊരു ബസ്സിൽ കയറേണ്ടി വന്നേനെ. അപ്പോൾ ആ ബസ്സിൽ കയറേണ്ടി വന്നെങ്കിൽ എന്ത് പറ്റും? വീണ്ടും ചിലപ്പോൾ ആ ബസ്സിൽ ഇരിക്കാൻ സീറ്റ് കിട്ടത്തില്ല. ചിലപ്പോൾ സമയദോഷമാണെങ്കിൽ എന്ത് പറ്റാം? ബസ് ചിലപ്പോൾ സഡൻ ബ്രേക്ക് പിടിക്കാം. അപ്പോൾ മുട്ടോ എന്തെങ്കിലും വന്നിടിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ആ ബസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കാം. നേരത്തെ പറഞ്ഞ പഞ്ചറാവാം, അല്ലെങ്കിൽ നിറയെ അങ്ങനത്തെ ചിന്തകൾ ഞാൻ കൊണ്ടുവരും. അപ്പോൾ അത് ഒരു ഈശ്വരൻ്റെ നിമിത്തം കൊണ്ടാണ് എനിക്ക് ആ ബസ് കിട്ടാത്തത്. കാരണം ഒന്നീ ആ ബസ് പഞ്ചറാവാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒന്ന് തട്ടയോ മുട്ടയോ എന്തെങ്കിലും ചെയ്താലും ഇതുപോലത്തെ ബുദ്ധിമുട്ടുണ്ടായേനെ. അതുകൊണ്ടാണ് എനിക്ക് ബസ് കിട്ടാതെ ഇരുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്ത് പറ്റും? എൻ്റെ മൈൻഡിനോട് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ മനസ്സിനൊരു കുഞ്ഞായിട്ട് നമ്മളൊന്ന് ഭാവിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ ആയിരുന്നേനെ. അപ്പം ഇതിലെ ഏറ്റവും പ്ലസ് പോയിൻ്റ് എന്താണ്? നമ്മളൊരു ടി വി കാണുമ്പോൾ എന്താണ്, നമ്മുടെ റിമോട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും അല്ലേ? അപ്പം നമ്മളാണ് ആ ടി വിയുടെ സ്വിച്ച്, ടി വിയുടെ ചാനലിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ എൻ്റെ മനസ്സിന് എൻ്റെ കൺട്രോളിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നു. അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് മനസ്സിൻ്റെ അടുത്ത്. അപ്പം അത് ഓക്കെ ആയി. അപ്പോൾ ആ ചിന്ത അവിടെ പോയി. അപ്പോൾ അടുത്ത ബസ് വരുന്നു. ഇതാണ് എനിക്ക് ഭഗവാൻ വിധിച്ച ബസ്, എനിക്ക് പോകാൻ സേഫ് ജേണി എന്ന് വിചാരിക്കുമ്പോൾ എന്താണ്, ആ കിട്ടിയ ബസ് പോട്ടെ, ഒരു നിരാശയില്ല. അതുപോലെ തന്നെയാണ് പല സന്ദർഭങ്ങളും വരുമ്പം നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് പോവുക. പിന്നെ എപ്പോഴും ഓർക്കുക, ഒരു നദി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ആ ഒരു നദിയിൽ നല്ല വെള്ളം കുടിക്കുന്നവരുണ്ടാവാം, അതേസമയം ആ നദിയിൽ തന്നെ തുണി കഴുകുന്നവരുണ്ടാവാം. മറ്റ് ചിലപ്പം അത് മലമൂത്ര വിസർജനം ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ചിലവർ പശുവിനെ കുളിപ്പിക്കാൻ സാധ്യതയുണ്ട്. ചിലവർ ആ നദിയിൽ തുപ്പാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? മനുഷ്യരുടെ സ്വഭാവങ്ങളാണ്. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നദി എന്ത് ചെയ്യുന്നുണ്ട്? നദി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ പല പ്രശ്നങ്ങൾ, ഇപ്പോൾ ചില സ്ഥലത്ത് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നു, ചിലത് നെഗറ്റീവായിട്ട് ഇതുപോലെ പശുവിനെ കുളിപ്പിക്കുന്നു, തുണി കഴുകുന്നു, അപ്പോൾ അതിനെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നദി അത് ഓർത്ത് അവിടെ നിൽക്കുകയാണോ? അല്ല, നദി എന്ത് ചെയ്യുന്നു? ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വരും. നമ്മുടെ നല്ല കാര്യങ്ങൾ പറയുന്നവരുണ്ടാവാം, അതേസമയം തന്നെ നെഗറ്റീവ് പറയുന്നവരുണ്ടാവാം. നമ്മൾ ചിലപ്പോൾ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മളെ ഇങ്ങോട്ട് കുറ്റം പറയുന്നവരുണ്ടാവാം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? നദി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അത് ഓർത്തോർത്ത് നദി ദുഃഖിച്ചുകൊണ്ടിരുന്നാൽ എന്താവും? ഒന്നും ആവില്ല. അപ്പം നദി ഒഴുകുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മളും ഒഴുകിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ പല പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മൾ തളരാൻ പാടില്ല. അപ്പോൾ ഇതെൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇതുപോലെ ഡെയിലി ഡോസ് ഓഫ് മോട്ടിവേഷനായിട്ട് ഞാൻ വരും പിന്നെ ഒരിക്കൽ. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് ഞാൻ ഇടുന്നത്, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇഷ്ടം മനസ്സിലാവുന്നത് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ആൻഡ് ഇറ്റ്സ് മീ ഡോക്ടർ അമൃത.